നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിക്ക് കാരണം പുകച്ച് അടി കൊടുത്തിരിക്കുകയാണ് സുപ്രീം കോടതി. പൗരത്വം തെളിയിക്കാനുള്ള രേഖയല്ല ആധാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതി. നമ്മുടെ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്ന നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണല്ലോ. അതിനെതിരെ സുപ്രീം കോടതി പോയതായിരുന്നു ഇവർ. എന്താണ് സാർ സുപ്രീം കോടതി ശരിക്കും പറഞ്ഞത്? രാഹുലിനെ കണ്ടം വഴി ഓടിച്ചോ? അല്ല, രാഹുൽ ഗാന്ധി ഇനിയിപ്പോൾ എന്താണ് നരേന്ദ്രമോദിക്കെതിരെ നീങ്ങേണ്ടതെന്നുള്ള വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ടീം ആണ് സമ്മതിക്കേണ്ടത്. ഇതൊക്കെ രാഹുൽ ഗാന്ധിയെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു ടീമുണ്ടല്ലോ. അതെ അതെ, അവർക്കാണ് ഇപ്പോൾ അടി ഒന്നിനു പുറകെ ഒന്നായിട്ട് എല്ലാം ചീറ്റിപ്പൊക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും നിർത്തുന്നില്ല. ഇപ്പം ഇതിൻ്റെ പേരിൽ ഇപ്പം ഇന്ത്യ മുന്നണി ഒന്നിച്ചു. കഴിഞ്ഞ ദിവസം അവർ വലിയ പ്രധാനമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് 300 MP പങ്കെടുത്തു എന്നൊക്കെയാണ്. ഇത് രാജ്യസഭയും കൂടി ചേർത്താണല്ലോ. ആ 300 എന്നുള്ള സംഖ്യയ്ക്ക് ബലം കൊടുത്തുകൊണ്ടാണ് അവരത് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ മോദിയെ അധികം വൈകാതെ ഞങ്ങൾ വലിച്ച് താഴെയിടും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ആധാർ തെളിവല്ല പ്രശ്നം, വിശ്വാസമില്ലായ്മയാണ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ പേര് ചേർക്കുന്നു ഒഴിവാക്കുന്നതെല്ലാം പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതിൻ്റെതായിട്ടുള്ള ചില സ്വതന്ത്ര ചുമതലകളുണ്ട്. അതൊരു ഭരണഘടനാ സ്ഥാപനമാണല്ലോ. അതിന്റെ പരമാധികാരം കോടതി പോലെ തന്നെയുള്ള പരമാധികാരമുള്ള ഒരു സ്ഥാപനമാണ്. അപ്പൊ അതിനെയാണ് വിശ്വാസത്തിലെടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കോടതിയിൽ പോലും വിശ്വാസത്തിലെടുക്കാത്തവരാണ് ഇവർ. നമുക്കറിയാവുന്നതാണ് വോട്ടിംഗ് മെഷീനെ ചൊല്ലി ഇവരുണ്ടാക്കിയ പുകില്. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. സാർ, അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അവിടെയാണ് ഒന്നിനെയും വിശ്വാസമില്ല, കുടിക്കുന്ന വെള്ളത്തെ പോലും വിശ്വാസമില്ല. അങ്ങനത്തെ രാഹുൽ ഗാന്ധിയും കൂട്ടരും ഈ പറയുന്നത് പോലെ ഈ സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ഈ സത്യം പറഞ്ഞാൽ മുഖമടച്ചാണ് സുപ്രീം കോടതി അടി കൊടുത്തിരിക്കുന്നത്. എന്നാലും അത് അംഗീകരിക്കും. അവർ ഈ പറയുന്ന പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങളെ വിശ്വസിക്കുന്നു. ഈ പറഞ്ഞ പോലെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇറങ്ങിയപ്പോഴാണ് പഴയ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളൊക്കെ പറഞ്ഞ് 1 വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടിക ക്രമക്കേടുണ്ടായിരുന്നെന്നും പറഞ്ഞ് ഈ രാഹുലും കൂട്ടരും രംഗത്ത് വരുന്നു. അത് പൊക്കിപ്പിടിക്കാൻ കുറെ മാധ്യമങ്ങൾ ഇതൊരു ആന്റി നാഷണൽ പ്രൊപ്പഗണ്ടയായി മാറിയിരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇവർക്ക് എന്താണെന്നറിയാമോ? ഇവർ വേവലാതി പൂണ്ട് നടക്കുന്നതിൻ്റെ കാര്യം ഇപ്പം ഇനി തൊട്ട് ബീഹാർ തെരഞ്ഞെടുപ്പ് വരികയാണ്. അതിന് പിന്നാലെ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. കേരളം, തമിഴ്നാട്, ബംഗാള്, പിന്നെ അതിനുശേഷം ആസാം. ഇങ്ങനെ അടുത്തടുത്ത് 5 നിയമസഭകളിലേക്ക് വരുന്ന തെരഞ്ഞെടുപ്പാണ്. ഇവർ ചിലയിടങ്ങളിലൊക്കെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. കേരളം അതിൽ ഏക പ്രതീക്ഷ കേരളമാണ്, അല്ലാതെ വേറൊന്നുമില്ല. അപ്പൊ ഇതിന്റെ മുന്നണി സംവിധാനത്തിൽ ഒരു പക്ഷേ DMK ജയിക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ ഭരണം തുടരാം. അത്രയും. ബംഗാളിൽ മമതയുടെ കൂടെയാണെന്നൊക്കെ പറച്ചിലേ ഉള്ളൂ. മമത 7 അയലത്ത് അടുപ്പിക്കുന്നില്ല. അല്ല, മമതയ്ക്ക് അവരെ ഡൽഹിയിൽ വരുമ്പോൾ മാത്രം മമതയ്ക്ക് ഇവരെ ആവശ്യമുണ്ട്. ബംഗാളിൽ കൽക്കട്ടയിൽ ഇവരെ വേണ്ട. അല്ല, അതിന്റെ ആവശ്യമില്ല. മമതയ്ക്ക് അല്ലാതെ മമതയും BJPയുമായിട്ടുള്ള നേരിട്ടുള്ള ഫൈറ്റാണ്. മറ്റവരില്ല. മറ്റവർ രണ്ടുപേരും ഇല്ല. ഈ പറഞ്ഞ ഗണ്ഡിയുമില്ല, അതെ, ബേബിയുമില്ല. അപ്പൊ ഇതിന്റെ ഒരു വേവലാതിയിൽ പെട്ട് നിൽക്കുകയാണ് ഈ ഇത്രയും നിയമസഭാ തെരഞ്ഞെടുപ്പും. അപ്പൊ അതിലും കൂടെ തകർച്ച ഉണ്ടായി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കേരളത്തില് കോൺഗ്രസിന് ഒരു തകർച്ച ആകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് ഒരു രക്ഷയുമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഏക പച്ചത്തുരുത്ത് എന്ന് പറയുന്നത് ഇവിടെ മാത്രമാണ് നിൽക്കുന്നത്. അപ്പോൾ അത് ഒരു പ്രതീക്ഷയോടുകൂടി നിൽക്കുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ടുണ്ടാകാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇവര് വേവലാതിപ്പെടുന്നത്. അതാണ് ഈ അന്തം വിട്ട പ്രതി എന്തും ചെയ്യും എന്ന് പറഞ്ഞ പോലെ വെകിളി പിടിച്ച നമ്മുടെ പപ്പുമോനെ കൊണ്ട് ഈ പുകിലൊക്കെ ഉണ്ടാക്കിക്കുന്നത് ഈ ആശങ്കയാണ്. വരാൻ പോകുന്ന ഭാവി. ഇപ്പൊ ഇവരുടെ മാർച്ച് നടത്തി, ഇനി എവിടെ പോകും? ഇനി എന്ത് കാര്യത്തിലേക്കാകും? കോടതി പറഞ്ഞിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിപൂർണമായിട്ടും വിശ്വാസത്തിലെടുക്കണം, ശരിയാണ് എന്ന് പറഞ്ഞു. ഇനി അവരുടെ ജോലി ചെയ്യാൻ അനുവദിക്കണം. പിന്നെ ഇനിയപ്പോൾ ഇവരെങ്ങോട്ട് പോകും? രാഹുൽ ഗാന്ധിയും കൂട്ടരും. സാർ, ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും
രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ പോലും ഈ പറഞ്ഞ പോലെ വോട്ട് പട്ടികയിൽ വലിയ ക്രമക്കേടുകൾ ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞ ചുമ്മാ ഇരുന്ന BJP ആസനത്തിൽ കൊണ്ട് ചുണ്ണാമ്പ് തേച്ചതുപോലെയാണ്. അവര് ചാടി എണീറ്റ് ആ ചുണ്ണാമ്പ് വാരി രാഹുൽ ഗാന്ധിയുടെ തലയിൽ കൂടെ ഇട്ട് കൊടുത്തു. അല്ലെ, കർണാടകയിലല്ലേ ഏറ്റവും വലിയ തിരിച്ചടി ഇവർക്ക് ഉണ്ടായത്? അതെ, അവിടെ ഒരു മന്ത്രി രാജിവെക്കേണ്ടി വിളിച്ചു പറഞ്ഞു. വന്നു. അപ്പൊ ഈ ആറ്റം ബോംബ് പൊട്ടിയത് പൊട്ടി പരിക്കേറ്റത് കോൺഗ്രസിനാണ്. അവരുടെ വീട്ടിൽ തന്നെ പൊട്ടി, അതല്ലേ കണ്ടത്? കയ്യിലിരുന്ന് പൊട്ടി എന്ന് പറയണ പോലെ. അപ്പം അവിടുത്തെ ഒരു മന്ത്രി രാജിവെക്കേണ്ടി വന്നു. അപ്പൊ അവരെ തന്നെ തിരിച്ച് ചോദ്യം ചെയ്യുകയാണ് അല്ല ചെയ്തത്. സാർ, ഈ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിച്ച സ്ഥലത്ത് ഇതുപോലെ വലിയ ക്രമക്കേടുകൾ കണ്ടെത്തിയിരിക്കുകയാണ്. അവിടെയും ഈ പറഞ്ഞ കണക്ക് വോട്ടർ പട്ടികയിൽ ഇരട്ടിപ്പുണ്ട്, മരിച്ചുപോയവരുടെ പേരുകൾ നീക്കം ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഈ വീടിന്റെ അഡ്രസ്സ് 0, വീട്ടു നമ്പർ 0. അപ്പൊ ഈ വീട്ടു നമ്പർ 0 എന്നിടുന്നതിന് എന്തോ ഒരു കാരണമുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പക്ഷേ കൃത്യമായ വീട്ടു നമ്പർ അവർക്ക് കിട്ടാത്തതായിരിക്കാം. ശരിയാണ്, നമ്മൾ വീട് നിർമ്മിച്ചു, അതിനുശേഷം തദ്ദേശ സ്ഥാപനത്തിൽ പോയി അപ്ലൈ ചെയ്ത് വീട്ടു നമ്പർ വാങ്ങിക്കണം. പക്ഷെ ആ വീട്ടു നമ്പർ കാണത്തില്ല, ചിലപ്പോൾ അത് കേസിൽ പെടാം. അങ്ങനെയുള്ള അത്തരം സ്ഥലത്ത് വാടകയ്ക്ക് വന്ന് താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ കാണും. അപ്പൊ അവർക്കെല്ലാം ഈ 0 വീട്ടു നമ്പറിലായിരിക്കും ഈ ഇത് കിട്ടുന്നത്, ഈ വോട്ടേഴ്സ് ID കാർഡ് കിട്ടുന്നത്. അതിലെ അഡ്രസ്സിൽ ഈ വീട്ടു നമ്പറിന്റെ സ്ഥാനത്ത് 0 ആയിരിക്കും കാണിക്കുന്നത്. ഇത് റായ്ബറേലിയിലും ഉണ്ട്. ഇതിന് രാഹുൽ എന്ത് മറുപടി പറയും? എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ല, ഇവര് വ്യക്തമായ കാര്യങ്ങൾ അതിൻ്റെതായ പഠനത്തോടു കൂടിയല്ല ഇവർ ഇറങ്ങിയിരിക്കുന്നത് എന്ന് വിചാരിച്ച് ഇവിടെ എന്തെങ്കിലും അഴിമതി നടന്നു എന്നല്ല പറയുന്നത്. അത് ആണെങ്കിൽ പോലും അതിനകത്ത് കൃത്യമായ അല്ല, വാദത്തിന് ഇതൊക്കെ അംഗീകരിച്ചാലും ഈ പറഞ്ഞ കണക്ക് സമഗ്രമായ ഒരു പഠനം നടത്തി 6 മാസം ചെലവഴിച്ച് പഠിച്ച് കണ്ടെത്തിയ തെളിവുകളെന്നും പറഞ്ഞാണ് രാഹുൽ രംഗത്ത് വന്നത്. പക്ഷെ ഇപ്പോൾ സാറ് പറയുന്നത് പോലെ ഈ കൃത്യമായൊരു പഠനം നടത്താതെ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു, അതിങ്ങനെ വലിയ വായിൽ നിലവിളിക്കുന്നു. അത് വെച്ചുകൊണ്ട് ഒന്നാമത് ഇന്ത്യൻ രാഷ്ട്രീയത്തില് ഒരു കോമാളിയായി മാറിപ്പോയി രാഹുൽ ഗാന്ധി. അപ്പൊ ഇതുകൊണ്ട് എന്ത് പറ്റുമെന്ന് അറിയാമോ? ഏതെങ്കിലും തരത്തില് BJP എന്ന് പറയുന്ന പാർട്ടിക്ക് എന്തെങ്കിലും ക്ഷീണം ഉണ്ടായാൽ പോലും അത് രാഹുൽ ഗാന്ധിയിൽ ജനങ്ങൾക്ക് വലിയ വിശ്വാസ്യതയൊന്നും ഇല്ലാതായിപ്പോയി. ഒരു അപക്വതയുടെ ഇടമായിട്ടായിരിക്കും ജനങ്ങൾ ഇദ്ദേഹത്തെ കാണുന്നത്. അപ്പോൾ ഒരു പ്രധാനമന്ത്രി അതിന്റെ ഒരു ഗൗരവം വരുന്നില്ല എന്നുള്ളതാണ്. പ്രധാനമന്ത്രിയുടെ പോയിട്ട് ഒരു MP-യുടെ ഗൗരവം പോലും രാഹുലിനില്ല. പലപ്പോഴും വളരെ ബാലിശമായി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഈ ഭാരത് ജോഡോ യാത്രയൊക്കെ നടത്തിയപ്പോൾ ആൾക്കാർ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഇവിടെ മറിക്കുമെന്ന് വിചാരിച്ചു. സാറേ, ഇന്ത്യൻ പാർലമെന്റിൽ വെച്ച് നരേന്ദ്രമോദിയെ വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത കക്ഷിയാണ് രാഹുൽ ഗാന്ധി. അങ്ങനെയൊക്കെ പാർലമെന്റിൽ പ്രവർത്തിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരവില്ല. എനിക്കറിയില്ല കേട്ടോ. അല്ലെ, പാർലമെന്റിലെ കാര്യങ്ങളിൽ നടപടിക്രമങ്ങളൊക്കെ വളരെ ഗൗരവത്തിൽ വലിയ ചർച്ചകൾ, നമ്മുടെ രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന രാജ്യസുരക്ഷ, രാജ്യത്തെ പൗരന്മാരുടെ നിലനിൽപ്പ്, അങ്ങനെ ഒട്ടനവധി നമ്മുടെ രാജ്യം തന്നെ നിലനിൽക്കുന്നത് ആ കെട്ടിടത്തിനുള്ളിലാണ് അല്ലെ. പാർലമെന്റില് പോകുന്നതിന് മുമ്പായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് വന്നിട്ട് ഇതിന്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുകയൊക്കെ. അത് നിരന്തര പരിശീലനം ഉണ്ട്, കേവലം ഒരു ക്ലാസ് അല്ല. ഇടയ്ക്കിടയ്ക്ക് ഈ മെമ്പർമാർക്ക്, അംഗങ്ങൾക്ക്, പാർലമെന്റ് അംഗങ്ങൾക്ക്, അതായത് ലോക്സഭ പാർട്ടി ഭേദമന്യേ എല്ലാവർക്കും കൊടുക്കുന്നതാണ്. രാജ്യസഭാ അംഗങ്ങൾക്ക്, നമ്മുടെ നിയമസഭ, എന്തിനു പറയുന്നു സാറേ, പഞ്ചായത്ത് മെമ്പർമാർക്ക് കിലയില് ക്ലാസ് ഉണ്ട്. അത് മാത്രമല്ല, സാറിന് അറിയാമല്ലോ, പത്രപ്രവർത്തകർ ഇത് എങ്ങനെ റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളതിന്റെ പരിശീലനം അവർക്ക് വർഷാവർഷം കൊടുക്കുന്നുണ്ട്. പുതിയ ആൾക്കാർ കടന്നു വരുമ്പോൾ അവർക്ക് പ്രത്യേകം പരിശീലനം കൊടുക്കും. നമ്മൾ ഈ പാസ്, നിയമസഭയുടെ പാസ് വാങ്ങിക്കുമല്ലോ റിപ്പോർട്ടിങ്ങിന്. ആ പാസ് വാങ്ങുമ്പം നിയമസഭയ്ക്ക് അറിയാം ഇതിൽ ആരൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, ആരെല്ലാം പുതുതായിട്ട് വന്നു എന്നൊക്കെ അവിടെ അറിയാൻ പറ്റും. അപ്പോൾ അവരതിനനുസരിച്ച് 2-3 കൊല്ലം കൂടുമ്പോൾ ഒരു പരിശീലനം വയ്ക്കും. അത് പരിണിതപ്രജ്ഞരായ ആൾക്കാർ, മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പത്രപ്രവർത്തകർ, അവരെയൊക്കെ കൊണ്ടാണ് ക്ലാസ്സുകൾ എടുപ്പിക്കുന്നത്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെയും പഠിക്കാതെയുമാണ് ഈ രാഹുൽ ഗാന്ധിയും കൂട്ടരും വന്ന് ഈ പൊറാട്ട് നാടകം നടത്തിക്കൊണ്ടിരിക്കുന്നത്.